അങ്ങനത്തെ രീതിയിലാണ് ലൈവ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ബോബിനെയും കൂടെ വിളിച്ച് സംസാരിച്ചങ്ങിരിക്കാം. ഏതാ ലെഗോ സെറ്റ്? ലെഗോ വിൽ ബി F1. എത്രയാണ്? 1800 പീസ്. ഇത് എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ചെയ്താൽ പോലും 14-15 മണിക്കൂർ എടുക്കും. ഗൺ ചെക്ക് ഞാൻ ചെയ്തായിരുന്നു. സ്ലോട്ടില്ല വെറുതെ ഞാൻ എടുക്കാടാ പോടാ കുണ്ണേ നീ അണ്ണനെ നോക്കിട്ട് തെറി പറയുന്നോടാ. പിള്ളേരെ പറഞ്ഞല്ലേ സെക്കൻഡ് നമ്മള് മംഗലശ്ശേരി പറടാ ഇതാടാ. ആ എന്റെ കുറുപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ കയറ്റിയതാണ് അങ്ങനെ. കുറുപ്പ് കത്തിപ്പോടെ വരും. കാലിക്കറ്റ് എവിടെയാ കോൺസേർട്ട്? കാലിക്കറ്റ് എനിക്ക് തോന്നുന്നു പബ്ലിക്കിനും ഉണ്ടെന്ന്. കോളേജിലെ പരിപാടിയാ, പക്ഷെ പബ്ലിക് ആക്സസ് ഉണ്ടെന്ന് തോന്നുന്നു ബ്രോ. ഞാൻ പറഞ്ഞുതരാം എവിടെയാണ്. ക്യാപിറ്റൽ ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ ആക്കണം. ഈ കോളേജ് എവിടാന്ന് നിങ്ങൾക്ക് അറിയാവോ? MCC സ്റ്റുഡൻസ് യൂണിയൻ. MCC ഏതാ കോളേജ്? MCC ആർട്സ് ആൻഡ് സ്പോർട്സ്. MCC ഫേമസ് കോളേജാണോ? കാലിക്കറ്റ് ഉള്ളവർക്കൊക്കെ അറിയാവോ? മലബാർ ക്രിസ്ത്യൻ കോളേജ്. ഓക്കെ. ആ അവിടെ വെച്ചാണ് പരിപാടി. അങ്കമാലിയിൽ എവിടെയാ മാച്ച്? അങ്കമാലിയിൽ പെപ്പയുടെ ഗ്രൗണ്ടിൽ ബ്രോ. പെപ്പ ഇല്ലേ നമ്മുടെ സിനിമ? പെപ്പയുടെ ഒക്കെ ഗ്രൗണ്ട്. ബൗണ്ടി ക്രിക്കറ്റോ? പെപ്പയുടെ ഗ്രൗണ്ടിൽ. ഞാൻ കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഐസ് ഇങ്ങനെ പൊടിച്ചു തരൂല്ലേ ഒരു സാധനത്തിനകത്ത്, അതൊക്കെ തിന്ന് ഞാൻ. ഐസ് തിന്ന് ഞാൻ ഈ ഉപ്പിലിട്ടതിന്റെ ഫാനേ അല്ല കേട്ടോ. ഞാൻ ഉപ്പിലിട്ടത് അങ്ങനെ തിന്നാറില്ല. ഞാൻ ഇരുന്ന് ഒരു 1/2 കിലോ ഉപ്പിലിട്ടതൊക്കെ അങ്ങ് തിന്ന് എന്തൊക്കെയോ വാരി തിന്ന് രാത്രി ചോറും കഴിക്കാൻ പറ്റാതായി പോയി. ഐസൊരട്ടി ഇന്ന് TJ വേറെയില്ലേ? ഇന്ന് അവരടുത്ത് പോയിട്ട് ഞാനും ഇവരൊക്കെ കണ്ടിട്ട് കൊതിയായി കേട്ടോ. സത്യം പറയാലോ, കണ്ടിട്ട് കൊതിയായി. എന്തൊക്കെ സാധനങ്ങളാ അവിടെ കോഴിക്കോട്, പറയാതിരിക്കാൻ വയ്യ. എടാ വന്നാ എത്ര ഹോട്ടലാണ്. ഞാൻ വെളുപ്പിന് 1:30-ോ 2 മണിക്കോ എന്തോ ആണ് ബീച്ചിൽ പോണേ. ബീച്ചിൽ ചെന്നപ്പോ മറ്റേ ഗോവയിലൊക്കെ പോലത്തെ ആൾക്കാര്, ബീച്ച് സൈഡ് ഫുൾ ആള്, കട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിശയമായിട്ട് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞ കേസ്, ഞാൻ കോഴിക്കോട് ഒരു വട്ടേ പോയിട്ടുള്ളൂ ഇൻകം ടാക്സ് ഓഫീസിൽ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു, അതായത് ഫാമിലി ഒക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കല്ലുമ്മക്ക കഴിച്ചു. പക്ഷേ ക്രോസ് മണ്ടയിൽ ഇരിക്കണടാ. ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാർക്ക് ചോദിക്കുവാണേ, ഞാൻ ഈ റീലിലൊക്കെ മറ്റേ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞിട്ട് കുറെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ മസാലയിൽ വറുത്തെടുത്ത സാധനമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ കോഴിക്കോട് എന്ന് ഞാൻ ഏത് കടയിൽ കയറി കല്ലുമ്മക്കായ ചോദിച്ചാലും മറ്റേ ഷെല്ലിനകത്ത് ഈ കല്ലുമ്മക്കായ നിറച്ച് വറുത്തത് മാത്രമേ തരുന്നുള്ളൂ. അതെന്താ? അതപ്പോ അവിടെ എവിടെയാ കിട്ടണേ? അത് അതാണ് OG. അതാണല്ലേ OG. മറ്റേത് കണ്ണൂരാണോ കിട്ടണേ? കണ്ണൂരാണല്ലേ? ഹൈപ്പ് കൂടി എങ്ങോട്ടാണ് പാട്ടെങ്ങനെയായിരുന്നു? എടാ കോഴിക്കോട് മറ്റേ എറണാകുളത്തോട്ടുള്ള ഹൈവേ എന്താടാ പണിത് വെച്ചിരിക്കുന്നത് ഗൈസ്. എന്റെ അമ്മു, എന്തൊരു റോഡാടാ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ.
നിങ്ങളൊക്കെ ആ റൂട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്ത് വഴിയടാ അത്. ഞാനത് കണ്ട് കണ്ണ് തള്ളിപ്പോയി കേട്ടോ സത്യം പറഞ്ഞേ. എന്ത് റോഡാ അത്. ഇടില്ല എന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോയപ്പോൾ കണ്ടൊരു കാര്യം പറയാം. അത് നെഗറ്റീവായിട്ട് ഞാൻ പറയുമല്ല. ഈ ഹൈവേക്കകത്തോട്ട് നോൺ എക്സിറ്റ് വഴിയിൽ ഒരുപാട് പേര് അകത്തോട്ട് കയറുകയും പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര്. നമ്മൾ അവിടെ ഒരു കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ ചവിട്ടിയപ്പോ സമയത്ത് മേളിലത്തെ ഇതിൽ കയറിയപ്പോ കണ്ട ഒരുപാട് പേര് ആ റൂള് ബ്രേക്ക് ചെയ്ത് അകത്തോട്ടും കയറുന്നുണ്ട് പുറത്തോട്ടും പോകുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആദ്യം പറയാം. എന്ത് സ്പീഡിലാ വണ്ടിയൊക്കെ വരണേ. പിന്നെ മമ്മികളിൽ പൊക്കിയേ നിനക്ക് എന്തേലും നീ ജനിച്ച സമയത്ത് നീ വല്ല ആനയായിട്ട് എന്തെങ്കിലും ശത്രുത ഉണ്ടായിട്ടുണ്ടോ നിനക്ക്? മറ്റേ പാട്ടെണ്ണ മറ്റേ പുതിയ പാട്ട്. ഇന്ന് ഇവന്മാരെ ഉച്ചക്ക് ഇമോജീസ് അതെന്താ ഞാൻ എന്റെ തൊട്ടപ്പോ സാവേജൊക്കെ ഉണ്ടായിരുന്നു. സാവേജിന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ചെയ്താ മീലിവിന് ആനേനെ മറ്റേ പെട്ടെന്നിട്ട് പേജ് പഠിച്ചപ്പോ ബാറായി പോയി. ഹെൽപ്പ് വേണം. ഞാൻ പണ്ട് ചെയ്ത പ്രോബ്ലം ഫേസ് ചെയ്യുക. ഇറ്റ്സ് സിമിലർ ടു ദ ടെലഗ്രാം ഇഷ്യൂ ബട്ട് ഡിഫറെന്റ്. ഐ മെസ്സേജ് എന്നെ പൂച്ചക്കുട്ടി മോഡൽ ഗോഡ് ദിസ് ബ്രോ. എനിക്ക് നിങ്ങള് വെളിയിൽ ഒരാളെ ആൾക്ക് എനിക്ക് ഇങ്ങനെ ഇൻഫോ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അതൊരു ബ്രീച്ച് ഓഫ് പ്രൈവസി. അതെനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതെനിക്ക് എപ്പോഴും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതാ പ്രശ്നം. നിങ്ങള് സൈബർ സെല്ലിനെ കോണ്ടാക്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ബാഡ്ജ് വന്നില്ല. എടാ നമ്മുടെ ബാനർ കൊണ്ടുവന്നില്ലടാ. നാളെ വരും. ഞാനൊന്നല്ല വണ്ടി പോയി. ഞാൻ ഇവിടെ വണ്ടി പോയി. ഇത് രാത്രി ആയല്ലോ. എനിക്കൊന്നും കാണുന്നില്ല. ബെറ്റർ ഗ്രാഫിക്സ് ഇത് നമ്മാരാണോ? ഇതാരാ? SRRയോ? നിങ്ങൾ എങ്ങോട്ടാ? അപ്പൊ കുറെ മഞ്ഞ കളർ കാണാം. ഫുൾ മഞ്ഞ കളർ. നമ്മള് നേരത്തെ കളിക്കുന്നുണ്ടോ സ്ഥലം? സെയിം. അതിന്റെ മണ്ടയ്ക്കുണ്ട് കേട്ടാ. അതിന്റെ മണ്ടയ്ക്കുണ്ട്. ഈ മാർക്കോട്ട് കറങ്ങി നീ ആ സൈഡ് അങ്ങനെ എടുത്തപ്പോ ഞാൻ നമ്മുടെ വണ്ടിയാണോ അത്? ഞങ്ങള് നമ്മളടിക്കണോ മതി? അത് വേറെ അത് അവന്മാര് വേറെ ആൾക്കാർ തെറ്റോ ഇറങ്ങിയ ഒരുത്തിനെ പിക്കെടുത്ത് കൊടുത്താലോ മോണ്ടേജിലിട്ടായിരുന്നു. അല്ലേ പാട്ട് ഇപ്പഴേ നിശ്ചയിച്ച് ഇപ്പഴേ എടുക്കാം. ഇവിടെ ഇനി കളിക്കാൻ പറ്റൂടെ? ഇത് നമ്മുടെ സ്ഥലം. നിങ്ങളിപ്പോ ഇവിടെ നിന്ന് ഞാൻ ചാടി ഇറങ്ങുന്നു, ഞാൻ ഇങ്ങനെ പോകുന്നു, ഞാൻ ഈ വെടി വെച്ച് കില്ലെടുത്ത ഉറപ്പായിട്ടും മോണ്ടേജ് കാണുന്നവര് ദാറ്റ്സ് കൂൾ, നൈസ് ഗൺ, പവർ ബ്രോ. ബാക്കിലത്തെ ടണൽ നോക്കിക്കോണേ. അറിയില്ല ഒരു വണ്ടി നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഇത് വേറെ ബിഗ് ആണോ? അമ്മർക്ക് നമ്മളെ ഇത് കൊടുത്തായിരുന്ന നമ്പർ കൊടുത്തായിരുന്നോ? കൊടുത്തു. പിങ്ങിട്ടടാ. എടാ എന്റെ ഇവിടെ പിങ്ങിലായിട്ടൊരു പൊത്തല്ലേ നാല് വണ്ടി പോടാ. എന്താ നമ്മളെവിടെ ഉണ്ടാ? എന്റെ മാർക്കുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത്. അവിടുന്ന് വരുന്നത് മറ്റേ നമ്മുടെ മലയിലോട്ട് വരുന്നത്, നമ്മുടെ ആ മറ്റേ ഇതിലോട്ട് വരുന്നത്. നമ്മുടെ മലപടി മറ്റേ വണ്ടി നിന്ന് അടിക്കാൻ പറ്റുന്നില്ലേ? അതൊന്നും ചെയ്യാലടാ. കണ്ട അതൊന്നും ചെയ്യല്ല. അമ്മരൊന്നും ചെയ്യത്തില്ല. എനിക്ക് മറ്റേ എന്താടാ ഞാൻ നിന്റെ ശത്രുവാണോടാ? എന്നെ കണ്ടിട്ട് VNV ആയിട്ട് തോന്നിയോ നിനക്ക്? അതെ റേഡിയോ പിങ് ആർക്കെങ്കിലും കാണാത്ത ഹീലടിച്ച് വയ്യ.
അടിക്കുമ്പോ ഇടയ്ക്ക് ബെറ്റർ ഗ്രാഫിക്സ് ഇടണം. ഈ അടിക്കുമ്പോ വീണ്ടും ബെറ്റർ ഗ്രാഫിക്സ് ഇടണോ? അവിടെ അങ്ങനൊന്നും ഇല്ല. അത് നിന്റെ അങ്ങനെയുണ്ട്. അണ്ണ അടിച്ചു നോക്ക്, അണ്ണ അടിച്ചു നോക്ക്. വന്നില്ലേ? എനിക്ക് തോന്നണ അങ്ങനെ ശരിയാ ശരിയാ. വെള്ള കളറിൽ അടിച്ചില്ലേ? ആ മലയിൽ കയറി നമ്മൾ വീഴുവേ. ഇതൊരുമാതിരി വൃത്തിയുടെ മല കേട്ടാ. അവരെ വീട്ടിക്കോ. കണ്ണു പറഞ്ഞു. എടാ അവന്മാര് ഇവിടെ കൊണ്ടൊന്ന് കുത്തുവേ. നീല നോക്കണേ. നമ്മൾ ഒറ്റ ഒരാളെ ലെഫ്റ്റില് ഒരു വണ്ടി പോയി. ഇവിടെ താഴോട്ടൊരു വണ്ടി പോയായിരുന്നല്ലോ. ആണോ? അതെ, റൈറ്റ് വണ്ടി, റൈറ്റ് വണ്ടി, റൈറ്റ് വണ്ടി. നമ്മുടെ മല തന്നെ പോകും, നമ്മുടെ മല തന്നെ പോകും, നമ്മുടെ ആരും തന്നെ പോകും. തിരിച്ചോ അവിടെ ഇറങ്ങല്ലേ? കയറാൻ പറ്റില്ല. ഈ വണ്ടി വെച്ച് തിരിച്ച് കയറാൻ പറ്റില്ല. ആലോചിച്ചോണം. ആ മലയിൽ പോകുമ്പോ ഇറങ്ങി കൊമ്പനാ ഇടഞ്ഞു. തിരിച്ച് കയറാൻ പറ്റില്ല. ഒരു വണ്ടി താഴത്തോട്ട് ഇറങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ അത് വീഴും. എനിക്ക് അറിയായിരുന്നത്. ഒന്നുകൂടി ഇതുപോലെ ഇത് അടുത്തവൻ ഇറക്കും വീഴും. വീട് മരിച്ചോടാ. അത് എടാ ഒറ്റയ്ക്ക് പോയി ടയർ പൊട്ടിക്കരുതോ. എടാ നമുക്ക് ഇവിടെ കുത്തി ഇമ്മാനെ അടിച്ചാലോ? അടിയ ഹൈ ഗ്രൗണ്ട് ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ചെയ്യുക. നമുക്ക് ഇതൊക്കെ എന്റെ അളവല്ലേ? അടി വന്നു എന്താ? ഇതൊക്കെ നമ്മുടെ ഒരു അടവല്ലേ? ഇതൊക്കെ പിങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഈ കാട്ടിനകത്ത്. നീല ഞാൻ സംഭവമാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒന്നുമില്ലടാ. അവിടെ നിന്നാലും അവർക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല. അവരിങ്ങോട്ട് കയറി കയറി വരുമോ നല്ലതൊന്നും കിട്ടും. നീ ഇപ്പൊ ചത്തുപോയ വില്ലുവനെ? ഇല്ല, ഞാൻ എക്സ് അടിച്ചിരിക്കുകയാണ്. അടുത്തത് ഇവിടെ തന്നെ എടുക്കും. കാരണം നമ്മൾ ഈ എനിക്കറിയായിരുന്നു. ഞാൻ ആദ്യമേ എക്സ് അടിച്ചിരിക്കുക. ഇല്ലില്ല അതുപോലെ പോയി. മരുവാണി ഇങ്ങോട്ട് വരും. നമ്മളെ തന്നെ അങ്ങോട്ടാണ്. നമ്മുടെ ടയറിൽ പൊട്ടിയതുകൊണ്ടാണ് കേട്ടെ. ഞാൻ ഒന്ന് ഫുഡ് കഴിച്ചോട്ടെ ഒരു മിനിറ്റ്. നമുക്ക് അടി കിട്ടണേ. എല്ലാവരെയും കൊണ്ട് അവിടെ കൊണ്ട് ഇറങ്ങി വരാത്ത പോ. നമ്മള് എത്തുകടാ. നമ്മള് ഊമ്പി നമുക്കൊരു ബാക്കപ്പ് വേണം. നമുക്കൊരു ബാക്കപ്പ് വേണം. നമുക്കൊരു ബാക്കപ്പ് വേണം. പിങ്ങിട്ടെ 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 പിങ്ങിട്ടെ. ഇല്ല, അവര് പോയി ലെഫ്റ്റ് 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 ലെഫ്റ്റ്. നേരെ എന്റെ പറയുന്ന നേരെ എന്റെ പറയുന്ന എന്നെ ഒന്ന് കവർ ചെയ്യട്ടാ. അഥവാ നമ്മുടെ ഇഷ്ടം പോയ എല്ലാം പാണ്ടി തട്ടി വിടാമേ കുറച്ച്. സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ റിപ്പയർ ഉണ്ട്. നോക്ക് എന്റെ മാർക്ക് നോക്ക്. റൈറ്റ് സൈഡിൽ റിപ്പയർ ഉണ്ട്. ഈസി കേട്ടാ. അങ്ങോട്ട് അങ്ങ് പോയാൽ മതി. വരുന്നില്ല നീല കുഴപ്പമില്ല. ഇല്ല അത് ആർമർ ഇപ്പൊ ഒന്നിലും തട്ടാതെ ഞാൻ തമ്പുരാനെ പോലെ കൊണ്ടുപോകും നിന്നെ. തൊടുമ്പോ 10 HP ഇറങ്ങണം. തൃശ്ശൂര് രാജാവാണ്. ഞാൻ വേറെ സൈഡ് നോക്കുവായിരുന്നോ? നിങ്ങൾ ഇതൊക്കെ ഇട്ടോ പോയാ നീ ചാവിട്ടറാ. റിപ്പയർ ചെയ്യാൻ 1.5 മണിക്കൂർ എടുക്കും ഇപ്പൊ അല്ലേ?
എടാ ഒരു അടി കിട്ടിയായിരുന്നു, ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് പോടാ. അടിച്ചായിരുന്നു ആർക്ക്, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. മൊബൈലിലെ കുറുകിക്കൊണ്ടിരുന്ന് റീലും കണ്ടിരിക്കുമ്പോ ഒന്നും അറിയത്തില്ല, കേറാത്തും. അങ്ങനെ കിട്ടി കിട്ടില്ല. ഞാൻ നോക്കി ഒരു രണ്ട് മൊറോം പിടിച്ച് താഴെ ഇരിക്കണം, അതിന്റെ താഴെ. പിന്നെയും 10 HP ഇറങ്ങി. ഇങ്ങനാടാ പിന്നെ ഇറങ്ങി പിന്നെ 10 ഒറ്റടിയിൽ 10 HP ഇറങ്ങി. എനിക്കും മടുത്ത്, ഞാൻ ഇനി അടിക്കുന്നില്ല. ഈ വണ്ടിയുടെ ഫ്രണ്ടാണ് ബാക്ക്. ഒയ്യോ വെള്ളമില്ല അണ്ണ, വെള്ളം ഉണ്ടോ? വെള്ളം ഇല്ല, 120 അണ്ണാ വെള്ളം എന്റെ ഫുഡ് ഉണ്ട്, വെള്ളം കിട്ടിയോ? ഇല്ല. വണ്ടിയിൽ നിന്ന് ഗീവ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ തരാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ എന്താ കത്തിയേ? അത് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് മാർക്കിട്ടടാ. നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് കോള് പറയാൻ ടയർ പൊട്ടിച്ചായിരുന്നു. വണ്ടി നീല വിശ്വസിച്ചില്ല. പച്ച നീല കളർ അല്ലേ ഇതെന്താ കളർ? ഇപ്പൊ ഇത് രാവിലെ ആയോ? ഇപ്പൊ എനിക്ക് മഞ്ഞ കളറായി കൊറേ. എനിക്ക് ഫ്ലൂറസെന്റ് ആയി ഇതിന്റെ സ്ക്രീന്. ഇല്ലല്ല, ഞങ്ങള് കുറച്ച് ബാക്കിൽ ഞങ്ങള് പിങ് ഒക്കെ വരുന്നുണ്ടോ? അതിന്റെ നീ വണ്ടിക്കകത്തുനിന്നേ ഈ കീ എല്ലാം ഒന്ന് പറക്കി മാറ്റോ? 15 ഉണ്ട്, അതൊന്നും എടുക്കാം. 1000 കീ എടുത്ത് അതിനകത്ത് ഇട്ട് അതങ്ങനെ തറയിലോട്ട് ഇതാക്ക. ഞാൻ ഇറങ്ങേണ്ടി വരും വണ്ടി. നമ്മള് PUBG കയറിയോടാ. ഇത് മറ്റേ രാവിലെ ബെറ്റർ രാവിലെ ആയോ? രാവിലെ ആയാലും അയ്യോ ഇതിടണ്ട, ഈ ഫുൾ മറ്റേ ഇതാ. ഒന്നിന് മറ്റേ ഇതിടാ. എനിക്ക് ഡിഫോൾട്ട് സെറ്റ്. അയ്യോ ഒന്നും കാണുന്നില്ല. ബെറ്റർ ഗ്രാഫിക്സ് സെറ്റോ ഇപ്പൊ സെറ്റായി. നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയി നാണക്കേടാവോ റേഡിയോ ചോദിച്ചാ? നമ്മൾ ഒറ്റയ്ക്കായേ. ഹലോ മാർക്ക് ചെയ്താടാ. നടന്നുണ്ട്. നീ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കണത് എന്തിനാണ്? ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയ T/FPS അടിക്കണം, ഡ്രൈവ് ചെയ്യണം. ഇവിടെ നേരത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ. ഇടഞ്ഞ കൊമ്പന ഇടഞ്ഞ കൊമ്പന. ഞാൻ ബെറ്റർ ഗ്രാഫിക്സ് നോട്ടെ. നമുക്കിത് കോൺഫിഡൻസ് ഇല്ല, ഈ മലയെ കൊണ്ട് ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന്, തിരിച്ചു കയറാൻ പറ്റുമെന്ന് പേടിയായി വണ്ടി. അതാ ഈ മേളത്തെ മലയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണിയാവും, ഉറപ്പാണ്. വീണിയാന്നല്ലേ ഇവിടെ വണ്ടി പോവല്ലേ, ഇവിടെ തന്നെ നിക്കടാ, മാറല്ലേ. ഇവര് റിപ്പയർ ചെയ്യാൻ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ടുണ്ടാ അവിടെ. അത് ഈ വണ്ടി ഏതാണ്? നമ്മുടെ വണ്ടിയാണോ? എടാ എനിക്ക് ഈ ദൂരത്തുള്ള ബ്ലർ മാറ്റുന്നത് എങ്ങനെയാടാ വില്ലുമോനെ? മറ്റേ ഗ്രാഫിക്സില് പോസ്റ്റ് എഫക്ട്സ് ഉണ്ടാവും, അത് നോർമലാക്കിയാൽ മതി. പിന്നെ പോസ്റ്റ് എഫക്ട്സ് വെരി ഹൈ. പോസ്റ്റ് എഫക്ട്സ് നോർമലാക്കിയാൽ മതി. കീഴിലോടാ വില്ലുമോനെ നീ? അല്ല മാറിയാ പറഞ്ഞു. അണ്ണാ പറഞ്ഞ പുതിയ ചാനലിൽ പോയണ്ണ. കോമഡിയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? മറ്റേ പരിപാടി കഴിഞ്ഞ് ബന്ധമില്ലാത്ത
ഏതെങ്കിലും തങ്കപ്പൻ 2@gmail.com എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ ന്യൂ ഇയറിന്റെ മറ്റേ പരിപാടിയും കഴിഞ്ഞ് മറ്റേ ഊബർ ബുക്ക് ചെയ്ത് മറ്റേ വണ്ടിയിലങ്ങ് കയറുമ്പോ വൈറ്റ് സ്റ്റുഡിയോ ഒന്ന് എടുത്ത് നോക്കാം പൈസ നീ ഇപ്പൊ ഞാൻ എക്സാം പറയാം നിന്റെ മെയിൽ ഐ ഡി എല്ലാം നിന്റെ പഴയ മെയിൽ ഐ ഡി ആയിട്ടെല്ലാം സിമിലാരിറ്റി ഉണ്ടാവും റിസംബ്ലൻസ് ഉണ്ടാവും അതാ പറഞ്ഞ അങ്ങനത്തെ ഒന്നും അല്ലാതെ തങ്കപ്പൻ 2@gmail.com എന്ന് പറഞ്ഞ എല്ലാം ഒരു ജിമെയിൽ ഉണ്ടാക്കിയിട്ട് വൈറ്റിക്കില്ലൊന്നും പ്രശ്നം പറ്റിയേ പിന്നെ ആ ഗൂഗിൾ ഐ ഡി ഉണ്ടല്ലോ അത് ഡിസേബിൾ ആയി മെയില് യൂട്യൂബ് എന്താ പറയുക ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റൂല അണ്ണെന്ന് വിചാരിച്ചു യൂട്യൂബിന്റെ സിഇഒന്റെ ഒരാളെ എടുത്തരാന്ന് പറഞ്ഞ ഞാൻ റീഫ്രഷ് അടി എല്ലാവരും നമുക്ക് പതുക്കെ അടിച്ചാൽ മതി അണ്ണ മേലോട്ട് പോയ വണ്ടി നോക്കിയായിരുന്നോടാ നമ്മുടെ ഈ മല നോക്കണം നമ്മുടെ ഈ മല നോക്കണോടാ അടി മല വന്ന് നമുക്ക് നമ്മുടെ താഴത്തെ മല പോവാം നമ്മളെ രണ്ടുപേരും വീണ് താഴെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി നമ്മുടെ ആളാടാ നിനക്ക് കണ്ണ് കാണുന്നില്ലേ ഇതല്ല ഇതല്ല ദേ താഴെ 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 കടാ ഒരു വണ്ടിയുടെ ടയർ ഫുള്ള് പോയതേ കാണാമല്ലോ ഈ കല്ലെ കുത്തി കുത്തറ ഈ കല്ലെ കുത്തി അവിടെ കുത്തി അടിച്ചു അവിടെ കുത്തി അടിച്ചു ഞാൻ തരാം സപ്പോർട്ട് തരാം എല്ലാ വണ്ടി പോലെ മല വിടല്ല മല വിടത്തില്ല നിങ്ങൾ അടിച്ചു അടിച്ചു ബാക്കിന്റെ ടയർ പിടിച്ചോളാം ഇതിന്റെ ടയർ പിടിച്ചോളാം ആ കുത്തി വണ്ടികള് എന്തൊക്കെ ഉണ്ടായ അമ്മാരാ റിഡ്ജിൽ വൺ വേ എടുത്താ ഇല്ലല്ലോ വണ്ടി എടുത്തു ഒരു സീനില്ല അടി ഇവിടെ ഒരു വണ്ടി കുത്തിയടാ ഇവിടെ ഒരു വണ്ടി കുത്തി അടിച്ചു ഇവിടെ ഒരു വണ്ടി കുത്തി മാർക്ക് എടുത്ത് അടിച്ചു കുത്തി അടിച്ചോളാ ആ വണ്ടി കുത്തി അടിയടാ എല്ലാത്തിനും പൊട്ടിക്കും ടയർ 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 ഈ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് പൊട്ടിയിരിക്കും മല കുത്താൻ പറയുന്നു മല കുത്തുന്നു മല നോക്കണേ മല നമ്മുടെ നോക്കണേ നമ്മുടെ ഒരാള് മല നോക്കണം കേട്ടോ മല അതാരങ്ങോട്ട് പോയേ പോലടാ ടയർ പൊട്ടിക്കുന്നു ഇല്ല സേഫാ വെടി വെക്കാറിയില്ലാട്ടാ മണ്ടറ എനിക്ക് തോന്നല്ലോ മല കുത്താൻ നോക്കുമ്പോ നമുക്ക് അത് മനസ്സിലായി പക്ഷേ ഈ മല ഒരാൾ നിക്കൂടാ ഈ മല നിന്ന് നമ്മളതൊന്ന് സേഫ് ആക്കി വെച്ചാൽ ഒന്ന് അടി കിട്ടിയായിരുന്നാ ബാക്കി ഇത്രയും പേര് അറിഞ്ഞൂടാ കേറ് കേറ് മല മല കൊണ്ട് കുത്ത് റൈറ്റ് ഇല്ല അമ്മ കുത്തറ മല കുത്തുന്നത് ഈ വണ്ടി പറയുന്നത് വണ്ടി ഈ മാർക്ക് നോക്ക് ഇവനെ അടിച്ചു അവനെ അടിച്ചോളാം ടയർ അത്ര ഓപ്പൺ ആരാ ഇറക്കി താഴെടി ഞാൻ മലയിലടി മലയില് ബാക്കിത്തെ മലയില് നമ്മടെ ഇല്ലടാ ചില്ലാവ് അമ്മാരോട് കളിച്ചോട്ടെ എനിക്ക് ഇമ്മാരെ ഇടിച്ചിട്ടുമാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കളിക്കാം അവിടെ മേളിലിറങ്ങി എന്നാ മേലെ ഹൈ ആംഗിൾ ഇറങ്ങിയിരിക്കുവാണേ ഹൈയിൽ ഇറങ്ങിയാടാ ഹൈയിൽ നിന്ന് കളിക്കല്ലേ എവിടെയും കൊണ്ട് കുത്താൻ അപ്പുറത്ത് കൊണ്ട് കുത്തിയേ ചില ഇവനെ നമുക്ക് അടിച്ചു അവര് പിള്ളേർ കളിച്ചോളൂടാ താഴെ ഉണ്ട് താഴെ നീ ചില്ലാവ് നമുക്ക് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത് കളിപ്പിക്കാം അടി ഗോകു അത് ചടിയടാ ചട്ടി വെച്ച് ചട്ടിയടാ ഗോകു ഗോകു അടി ആ ഇത് നമ്മുടെ കഴിഞ്ഞില്ലേ
അടിക്കല്ലേ ആ കാറ്റി പോകുന്നവരെ അടിക്കല്ലേ മറ്റേനെ കൈ കിടിക്കട്ടാ മറ്റേനെ കൈ കിടിക്കേ നിന്മാര് കൈ കടിക്കാൻ പോക്കോട്ടെ ലാസ്റ്റ് കൈ കടിക്കാൻ പോകണോ എടാ നമ്മുടെ ഈ മലയിലൊന്നും ആരും കളിക്കുന്നില്ലായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ല മല കളിക്കുന്ന നേരത്തെ നമ്മളെന്താ നമ്മളാൾക്കാരെ അടിക്കണ മൊണ്ണകളെ എടാ ഞാൻ പറഞ്ഞില്ല നേരത്തെ മല കളിക്കണം നമ്മരത് മല കളിക്കണം പറഞ്ഞ അതുകൊണ്ട് തന്നെ മനസ്സിലായോ അവിടെ ഓൾറെഡി മല അയ്യോ മൊറമാമി മൊറൊക്കെ പിടിച്ച് നമ്മള് പെട്ടെന്നാ പറഞ്ഞത് എടാ ഞാൻ ഓൾറെഡി വിചാരിക്കുന്നത് എന്താ ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ടെന്നാ മനസ്സിലായോ എല്ലാരും പിക്ക് എടുക്കാൻ പോണമെന്നില്ല ഒരു വാറ് ജയിക്കാൻ മനസ്സിലായ ലൈക്ക് ഗൺ പവറില് നല്ല ഇതുള്ള അവന്മാരെ ഇതിനകത്തങ്ങ് അടിക്കാൻ വിട്ടാൽ മതി. സത്യം പറഞ്ഞാൽ വില്ലുമോനെ പോലത്തെ ഒരു പ്ലെയറിനെ ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവൻ കുറച്ചുകൂടെ അടിക്കാനുള്ള ഇതാണ് ഇത്. ഈ ഡിസ്ട്രാക്ഷൻ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യണം. ഇത് നമ്മുടെ ടീമിൽ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണം ആരാന്നറിയോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ജുഗുറു, LX2, മോബി, ഇവരൊക്കെ ഇത് നല്ല രീതിയിൽ ചെയ്യും കേട്ടാ. മനസ്സിലായ നമ്മളെ മംഗലശ്ശേരി ബോയ്സ് ആണല്ലോടാ ഫുൾ അല്ലേ? കിണ്ടിയും ചെയ്യും. ജുഗ്രു ഇതിന്റെ പീക്കാണ്. സത്യം പറയല്ല, ജുഗ്രു ഇതിന്റെ പീക്കാ. അവൻ നല്ല രീതിയിൽ ചെയ്യും. കിണ്ടിയുണ്ട് കിണ്ടി. അയ്യോ ജസ്റ്റ് മിസ്സിന് ഒരു വാർ ഒഴിവായി പോയത്. ചന്ദ്രൻ അണ്ടി നേരെ ഒന്ന് വെടിവെക്കാൻ അറിയാത്ത വാണം. റേഡിയോ മൊത്തം മംഗലശ്ശേരി ആണല്ലോടാ അലയുള്ളത്. അതെ അതെ മംഗലശ്ശേരിയില്ലാത്ത രണ്ടുപേരുണ്ടേ. വണ്ടി സീനൊന്നുമില്ല. കാട്ടു വന്നി ജീവന്റെ വണ്ടി അല്ലെ, ജീവന്റെ തല വണ്ടിക്കകത്ത് കയറിയെന്നൊക്കെ എന്നെ ഫോറസ്റ്റുകാരുണ്ട് കേട്ടാ. മുമ്പ് ഇവൻ ഇതിലത്തെ ഒരു സ്ഥാനത്തിനല്ലേ വെച്ച് കെട്ടിക്കൊണ്ട് പോയത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വാറ് നമ്മൾ ജയിച്ചു തുടങ്ങി 2026. സെവൻ വാർ സ്ട്രീക്കോ? 7 വാറൊന്നും അല്ലടാ, 7 വാറൊന്നും അല്ല, അതിൽ കൂടുതലായി. 7 വാറാണോ നമ്മുടെ സ്ട്രീക്ക്? 7 വാറൊന്നും അല്ല. സ്ട്രീക്കൊന്നും നോക്കണ്ട ഗൈസ്, ജയം തോൽവിയൊക്കെ ഉണ്ടാവും. സ്ട്രീക്കൊന്നും നോക്കണ്ട. ഹലോ ജി കൊച്ചി ഈ സ്ട്രീക്കൊക്കെ നോക്കി വെച്ചിരുന്നുണ്ടല്ലോ, ഒരു തോൽവി വന്ന നീയൊക്കെ പിള്ളേരെ ഡൗൺ ആക്കി കളയും മയില്. അതാണ് പ്രശ്നം. ഒരെണ്ണം തോക്കുമ്പോഴത്തേക്കിനും അവർക്ക് നല്ല പ്രഷറാവും ഈ സ്ട്രീക്കൊക്കെ കൗണ്ട് ചെയ്ത് വെച്ചാൽ.